ഹലോ. ഇന്ന് കുത്തും വരിയൊന്നുമില്ല കേട്ടോ. ഇന്ന് എൻ്റെ ഉച്ചക്കത്തൊരു ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടാലോ? ഞാൻ അങ്ങനെ ഒരു ടീ പേഴ്സൺ ഒന്നുമല്ല. ബട്ട് ഇന്നെന്തോ എനിക്കൊരു ചായ കുടിച്ചുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ പണി തീർക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചായ കുടിച്ച് ആസ്വദിച്ചിട്ട് എന്താ ഈ നോക്കി നിൽക്കുന്നതെന്നല്ലേ, വേറെ ഒന്നുമല്ല. ഞാൻ എൻ്റെ പണിക്കൊപ്പം എപ്പോഴും ചെയ്യുന്നൊരു സംഭവമാണ്, എനിക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു സിനിമ കണ്ടുകൊണ്ടാണ് എൻ്റെ എല്ലാ പണിയും ഞാൻ തീർക്കാറ്. അപ്പോൾ ഇന്നത്തെ മൂവി ഇതാണ്. ഇത് ഉച്ചക്കേക്ക് പൊരിക്കാനുള്ള മീനിൻ്റെ പ്രിപ്പറേഷൻസാണ്. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ, ബട്ട് അതിൻ്റെ കുറച്ച് ഇതിൽ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ, അതിന് വീട്ടിൽ തന്നെ അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ പുളിവെള്ളം ഒഴിക്കാറുണ്ട്. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഉച്ചക്കേക്ക് മീൻ പൊരിക്കാനായിട്ടുള്ള മീനൊക്കെ പെരക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. കണ്ടോ, നല്ലോണം മുളകൊക്കെ തേച്ച് നല്ലോണം മീൻ വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ചോറായി കഴിക്കാനുള്ള മീൻ പെരക്കി വെച്ചിട്ടുണ്ട്. പൊരിക്കണം, കറി വെക്കണം, കറി വെക്കാൻ തെങ്ങണം. ഇതുപോലത്തെ ഒരു ബോക്സിന് ഓൾമോസ്റ്റ് ഒരു 5 ഓക്കെ. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഇതുപോലെ നമുക്ക് തേങ്ങ ഇതല്ലാണ്ട് ഫുള്ളായിട്ട് കിട്ടും. ബട്ട് ഇതുപോലെ നമുക്ക് ചെറിയുള്ളൊരു തേങ്ങ നമുക്കൊരു ഓൾമോസ്റ്റ് ഇവിടെ ഈ ഒരു പാക്കിൽ നമ്മൾ വാങ്ങാൻ വാങ്ങിയത് 5 തരമാണ് ഉള്ളൂ കേട്ടോ. പക്ഷേ 5 തരത്തിന് വേറെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിനേക്കാൾ നമുക്ക് ചെറിയ പാക്കിലൊക്കെ കിട്ടുന്നത്. ആൻഡ് നമുക്ക് തേങ്ങ എടുക്കണം. എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത് എൻ്റെ അമ്മമ്മയാണ്. അപ്പോൾ അമ്മമ്മേൻ്റെ റെസിപ്പീസാണ് ഞാൻ മോസ്റ്റ്ലി കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യൽ. ഇതിപ്പോൾ ഞാൻ മീൻകറിക്ക് തേങ്ങ അരക്കുക ചെയ്യുന്ന ഇതിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ആയിരിക്കും. ബട്ട് ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് ജീരകം കൂടി അതിൻ്റെ കൂടെ ഇടും. ഇത് കുറച്ചൊരു ടേസ്റ്റ് തരും കേട്ടോ. ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ഇതാണ് കുറച്ചുള്ളത്. മെയിൻ പ്രശ്നം ഇതിൻ്റെ നമ്മൾ നാട്ടിൽ നിന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള ഒരു നമ്മൾ പ്രതീക്ഷിക്കണം. ശരിയാണ്, നമ്മൾ നാട്ടിൽ നിന്ന പോലത്തെ ഒരു സൗകര്യവും നിങ്ങൾ ഇങ്ങോട്ട് വന്നെന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഈ ചെറിയൊരു അടുക്കളയായിരിക്കും, അതിൽ വേണം നമ്മുടെ മോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഞാൻ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാധനം യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ അത് പുറത്തെടുക്കുകയുള്ളൂ. കാരണം വെക്കാൻ വേറെ സ്ഥലമില്ല. ചോറ് വളർത്തി പ്രോബ്ലമുള്ള കാര്യമാണ്. കാരണം ഇവിടുത്തെ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ചോറ് വളർത്താൻ സാധനങ്ങൾ വലിയ 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 കുറവാണ്. അതുകൊണ്ട് മോസ്റ്റ് ഞാൻ ചെയ്യുന്ന സംഭവം ഇല്ല, ചോറ് നമ്മൾ ഇഡ്ഡലി ചമ്മിക്കത്തെ ചായപ്പാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇതിലാണ് മോസ്റ്റ് ഞാൻ ചോറ് വളർത്തുന്നത്. എനിക്ക് ചോറ് വളർത്താൻ വേറെ ഓപ്ഷൻസ് അല്ല. ഇതെല്ലാം കാര്യങ്ങളുണ്ടാക്കി ഞങ്ങൾ വീട്ടിലൊക്കെ എന്താ പറയുക, ഈ ചോറ് വിടുന്ന പാത്രമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ വന്ന കുറച്ച് മന്ത് അതിന് സോ ഡിഫിക്കൽട്ടി. ഞങ്ങൾക്ക് എന്താ ചെയ്യുമ്പോൾ അറിയത്തില്ല. ഞാൻ കുറച്ച് നിന്ന് വന്നിട്ട് ഞാൻ വീട്ടിൽ ടെക്നിക്കൽ കളിച്ചത് ചോറ് തിന്നാലോ. അപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പണിയിലേക്ക് പോവാം. ഓക്കെ, ചോറൊക്കെ വറുത്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ മീൻ പൊരിക്കാനുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഓൾറെഡി ഞാൻ കറിവേപ്പിലിട്ട് പെരക്കി വെച്ചുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പിലിട്ടില്ല. അങ്ങനെ എൻ്റെ പൊരിക്കേണ്ട മീനൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചു. അതിൻ്റെ സ്മെല്ല് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ പൊരിയട്ടെ. ആ മീൻ അവിടെ ആകുമ്പോഴേക്കും നമുക്ക് കറിക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്താലോ. ആസ് യൂഷ്വൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ആൻഡ് കുറച്ച് ജിഞ്ചർ ഗാർലിക്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതെല്ലാം കൂടി കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് ആക്കിയിട്ട് അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആൻഡ് കുറച്ച് ഇതൊക്കെ ചേർക്കും, കറിവേപ്പിലൊക്കെ ചേർത്ത് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചിട്ട് ഇച്ചിരി പുളിവെള്ളം പറഞ്ഞിട്ട് നല്ലതുപോലെ കൈയിട്ട് മിക്സ് ചെയ്യണം. ബിക്കോസ് കൈയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു നല്ല എല്ലാ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം ഉടയ്ക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉടച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരും. ബിക്കോസ് നമ്മൾ എന്താ പറയുക, ഗ്യാസിൽ വെച്ചിട്ട് അതിനെ ചൂടാക്കി തിളപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരും. അങ്ങനെ അരപ്പിതാ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കി. ഇതിൽ ഞാൻ മെയിനായിട്ട് സാധനം ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഫിഷ് മസാല ചേർക്കും. അതെൻ്റെ ഹസ്ബൻഡിന് കുറച്ചുകൂടി ഇഷ്ടമാണ് ആ ഒരു ഫിഷ് മസാല നമ്മൾ മീൻ കറിയിൽ ചേർക്കുന്നത്. അത് എല്ലാവരും ചേർക്കണമെന്നൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അങ്ങനെ ഉണ്ടതാ മീൻ കറിക്ക് ഒക്കെ തിളപ്പിച്ചു. അതിങ്ങനെ അതോറ് അങ്ങനെ ആയിക്കോട്ടല്ലേ. ആൻഡ് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാനൊരു മൂവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമായത് എന്താണെന്നറിയില്ല, ബിക്കോസ് ആ ഒരു സീനറി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ആൻഡ് ഗസ്റ്റ് മൂവി ആ ഒരു സമയം കൊണ്ടിതാ നമ്മുടെ അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിനി മീൻ കഷ്ണം എടുത്തിടാം. ഇതിൻ്റെ പേര് ഇവിടെ തിലോപ്പിയോ സംതിങ് എന്തോ ആണ്, എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. ബട്ട് ഈ മീനിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇത് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്, കറി വെച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇന്ന് കറിയാണ് വെക്കുന്നത്, ബിക്കോസ് ഞാൻ ഇത് കറി വെച്ചിട്ട് മത്തി പൊരിക്കാൻ വിചാരിച്ചു. അങ്ങനെതാ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി. അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല സുഖമുള്ള സ്മെല്ലാണ്. ഇപ്പം തന്നെ തിന്നണമെന്നുണ്ട്. അതിന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും എടുത്ത് ആൻഡ് കുറച്ച് മീൻ കറി എടുത്ത് അതിനൊരു മീനിൻ്റെ കഷ്ണം എടുത്ത് കുറച്ച് ചാറ് അധികം നല്ലപോലെ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ചോറിന് കുറേ കറി വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചാറൊക്കെ വെച്ചിട്ട് ഒരു മത്തി പൊരിച്ചതും എടുത്തിട്ട് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ കേട്ടോ. ആൻഡ് ഞാനിനി പോയിട്ട് കഴിക്കട്ടെ. എന്താ പറയുക, ഇനി ഇതെൻ്റെ ഫുഡ് കഴിക്കേണ്ട സമയമാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കുറച്ച് റിലാക്സ് ആവണം. അപ്പോൾ എങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സി യു. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോട്ടെ.